ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ അധ്യക്ഷൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അധ്യക്ഷൻ ഉസ്താദ് UM അബ്ദുറഹ്മാൻ മൗലവി അവറുകളെ, ആദരണീയനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുകൈ, ബഹുമാന്യനായ മുഖ്യ പ്രഭാഷകൻ ഷൗക്കത്ത് അലി മൗലവി, ബഹുമാനപ്പെട്ട മജീദ് ബാക്കവി, ചെങ്കളം അബ്ദുള്ള ഫൈസി, വേദിയിൽ ഉപവിഷ്ടരായ അഭിനന്ദരായ ഉസ്താദുമാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ അഭിനന്ദരായ ഭാരവാഹികളെ, വന്ദരായ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള മുതഅല്ലിമീങ്ങളെ, ബദിയടുക്ക കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കണ്ണിയത്ത് ഉസ്താദ് ആണ്ടുനേർച്ചയും അതോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണ ദ്വാ സമ്മേളനത്തിലുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ നേതൃത്വമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് 6 പതിറ്റാണ്ടോളം ഉന്നതമായ നേതൃത്വം നൽകിയിരുന്ന, പതിറ്റാണ്ടുകളോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവിയിൽ വിരാജിച്ച കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷരായ ഉലമാക്കളുടെയൊക്കെ ഗുരുവര്യനായിരുന്ന റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മഖ്ദൂം അവരുടെ നാമധേയത്തിലാണ് 12 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇസ്ലാമിക് അക്കാദമിക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത്. കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ പുരോഗതിക്കും ഇസ്ലാമികമായ ചൈതന്യത്തിനും ഇവിടെ അടിത്തറപ്പാക്കിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനമാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും താബിഈങ്ങളും അനുധാവനം ചെയ്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തെ അടിയുറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ടത്. ബദഈ പ്രസ്ഥാനങ്ങളും പരിഷ്കരണവാദികളുമൊക്കെ ഉടലെടുത്തപ്പോൾ സമുദായത്തെ യഥാർത്ഥമായ വിശുദ്ധ ഇസ്ലാമിൻ്റെ സത്യമാർഗത്തിൽ നയിക്കുവാനാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മഖ്ദൂം അവരുടെയും കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷരായ ഉലമാക്കളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അവരുടെയൊക്കെ ആ മഹനീയമായ നേതൃത്വം കേരളീയ മുസ്ലിം ഉമ്മത്ത് എല്ലാ അർത്ഥത്തിലും അതിന് പിന്നിൽ അണിനിരക്കുകയും അവരുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ഉമറാക്കളും എല്ലാ അർത്ഥത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ കർമ്മ പദ്ധതികളും ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ലോക മുസ്ലിംകൾക്കിൻ്റെ മാതൃകായോഗ്യമായ ഇസ്ലാമിക ചൈതന്യം കേരളത്തിനകത്തും കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ വ്യാപിക്കുകയുണ്ടായി. മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദർസുകളും പിന്നീട് മദ്രസാ പ്രസ്ഥാനവും ആരംഭം കുറിക്കുകയും പിഞ്ചമക്കൾക്ക് ദീനി വിജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് അങ്ങനെ മഹല്ല് സംവിധാനം ഇവിടെ വളർന്നു വരികയുണ്ടായി. നമുക്കറിയാം, മുത്തിറസ പ്രസ്ഥാനം എന്ന ആശയം
മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ നമുക്കറിയാം കെ പി ഉസ്മാൻ സാഹിബ് അടക്കമുള്ള മഹത്തുക്കളായ ഉമറാക്കൾ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മദ്രസകൾ സ്ഥാപിക്കുകയും അങ്ങനെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൻ്റെ ആ ഇസ്ലാമികമായ ചൈതന്യം വളർന്നു വരികയുണ്ടായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കീഴിൽ ജാമിയ നുരിയ എന്ന മഹിതമായ സ്ഥാപനം തുടക്കം കുറിച്ച് അവിടെ റഈസുൽ മുഹഖഖീൻ കണ്ണിത്ത് ഉസ്താദും ശംസുൽ ഉലമ ഇ അബൂബക്കർ മുസ്ലിയാർ നവ്വല്ലാഹു മഖദൂം, അതുപോലെ കൊട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവ്വല്ലാഹു മഖദൂം അവരുടെയൊക്കെ മഹനീയമായ നേതൃത്വത്തിലാണ് അങ്ങനെയൊരു ബിരുദദാന സ്ഥാപനത്തിന് ഇവിടെ തുടക്കം കുറിച്ചത്. മുൻകാലങ്ങളിൽ വെല്ലൂരിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങളിലുമൊക്കെ പോയപ്പോൾ ഇവിടെ കേരളത്തിനകത്ത് തന്നെ അങ്ങനെ ഉന്നതമായൊരു വൈജ്ഞാനിക സംവിധാനം വളർന്നു വരികയുണ്ടായി. നന്ദി ദാറുസ്സലാം, കടമേരി റഹ്മാനിയ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ, ദാർഹുദയ പോലുള്ള മതസമന്വയ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ. ഇന്ന് നമുക്കറിയാം കേരളീയ മുസ്ലിം സമൂഹത്തിൽ ദർസുകളിൽ നിന്നും അറബിക് കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചു വളരുന്ന യുവ പണ്ഡിതന്മാർ ബഹുഭാഷാ പരിജ്ഞാനവും അതുപോലെ തന്നെ മതവിജ്ഞാനവുമൊക്കെ നേടിക്കൊണ്ട് കേരളത്തിന് പുറത്തും സമുദായത്തിന് നേതൃത്വം നൽകുവാനും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി സേവനം ചെയ്യുവാനും ഉത്കർഷരായ പണ്ഡിതന്മാരാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ആ ഒരു വഴിയിൽ ഇവിടെ ഉത്തര കേരളത്തിലും ഇവിടെ മഹാനായ റഈസുൽ മുഹഖഖീൻ അവരുടെ നാമധേയത്തിൽ ഇവിടെ ഈ സ്ഥാപനം തുടക്കം കുറിക്കുകയും ഇവിടെ ഒട്ടേറെ യുവ മുതഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ട് ഈ സ്ഥാപനം പുരോഗതിയിലെ പാതയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ഇതിൻ്റെ ഓരോ കർമ്മ പദ്ധതികളും നാം ഏറ്റെടുക്കുകയും ഇതിൻ്റെ പുരോഗതിക്കായി നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവുമൊക്കെ ചെലവഴിച്ചുകൊണ്ട് ഈ നാടിൻ്റെ അഭിമാന സ്ഥാപനമായി വളർത്തി കൊണ്ടുവരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. ഇവിടെ ഇസ്ലാമിക് അക്കാഡമിയിൽ മർഹൂം സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ നവ്വല്ലാഹു മഖദൂം അവരുടെ നാമധേയത്തിൽ ഒരു കെട്ടിട നിർമ്മാണവുമായി കമ്മിറ്റി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സാമ്പത്തിക പിന്തുണയും ഉണ്ടായിക്കൊണ്ട് അത് എത്രയും വേഗം സഫലീകരിക്കുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. ബഹുമാന്യരായ ഉലമാക്കളും അതുപോലെ സിൻലാബ് തങ്ങളുടെ പ്രഭാഷണവും ദുആ മജ്ലിസുമൊക്കെ നടക്കുകയാണ്. വളരെ വിജ്ഞാനപ്രദമായ പ്രഭാഷണവും ഇവിടെ നടന്നിരിക്കെ എൻ്റെ ഉദ്ഘാടന ഭാഷണം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അള്ളാഹു നമ്മിൽ നിന്ന് ഈ ഒരു സംഗമം സ്വാലിഹാമിലെ സ്വീകരിക്കുമാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഉസ്താദന്മാർ, സ്നേഹിതന്മാർ, ദീനും സമുദായത്തിനും സമൂഹത്തിനും ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിനും അതിൻ്റെ കീഴിലുള്ള മറ്റു പോഷക സംഘടനകൾക്കും നമ്മുടെ ഓരോ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും ഇവിടെ ഉത്തര കേരളത്തിലുള്ള ഓരോ ഇസ്ലാമികമായ സമസ്തക്ക് കീഴിലുള്ള ഓരോ സ്ഥാപനങ്ങളും ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത നമ്മുടെ ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്തുക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥാപനത്തിന് വേണ്ടിയും എല്ലാ വിധത്തിലും സാമ്പത്തിക പിന്തുണ നൽകിയ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ദർജ അല്ലാഹു ഉന്നതിയിലാക്കട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് ശ്രമിച്ചു കൂട്ടുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, നമ്മുടെ അലിമീങ്ങൾ, ബഹുമാന്യരായ ഈ ഉസ്താദ്
അടക്കമുള്ള നമ്മുടെ ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്തുക്കൾ, പ്രവർത്തകർ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹ്യങ്ങളാക്കട്ടെ. ഈ സ്ഥാപനത്തെ അല്ലാഹു ഉത്തരോത്തരം പുരോഗതിയിലെത്തിക്കുമാറാകട്ടെ. ഇവിടെ ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ബഹുദിനായ ബർക്ക ഹാജിയും അതുപോലെ അഷ്റഫ് അവരുടെ കുടുംബമൊക്കെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പല സാമഗ്രികളും ഇവിടെ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അവർക്കും അതുപോലെ ഇതുമായി സഹകരിക്കുന്ന, ഇതിന് സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി ഇതിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഐക്യവും അല്ലാഹു നിലനിർത്തി തരുമാകട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകൾക്ക് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കിടയിൽ ഐക്യവും ആ ഒരു സഹോദര്യവും എല്ലാ കാലത്തും അല്ലാഹു നിലനിർത്തി തരുമാകട്ടെ. മരണസമയത്ത് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുവാൻ നമുക്കെല്ലാം അല്ലാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ